ഹലോ പാരൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങനെയാണ് ക്രിസലിസ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, എന്താണ് പ്രോസസ്സ് നമ്മൾ കാണാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ തിങ്ക് റൂം എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ലോഗോ കാണും. സോ ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇൻ്റർഫേസ് കാണാം. പിന്നെ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ഒരു QR കോഡ് തന്നിട്ടുണ്ടാവും. QR കോഡും യൂസർ നെയിം പാസ്വേഡ്. അപ്പോൾ ഓരോരോ കുട്ടികൾക്ക് ഓരോരോ യൂസർ നെയിമും പാസ്വേഡ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ അത് തന്നത് മാത്രം യൂസ് ചെയ്യാം. പിന്നെ അത് യൂസർ നെയിം ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് തന്നത് നിങ്ങൾ യൂസ് ചെയ്യണം. സോ ഇത് നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ക്ലാസ് ആണോ, ഇപ്പോൾ ഗ്രേഡ് 5 ആണോ ഗ്രേഡ് 2 ആണോ, അത് നിങ്ങൾ ഗ്രേഡ് ചെയ്തിട്ടുണ്ടാവും. ദെൻ ഏതൊക്കെ സബ്ജക്റ്റ് ആണുള്ളത് അത് അതിനനുസരിച്ചിട്ട് വരും. സോ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ആൻഡ്രോയിഡ് യൂസറിന് പ്ലേ സ്റ്റോറിലുണ്ടാവും. ഐഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാർ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് പ്ലേ സ്റ്റോറിൽ ഉണ്ടാവില്ല. ആപ്പ് സ്റ്റോറിൽ ഗൂഗിൾ ക്രോം ടൈപ്പ് ചെയ്യണം. ഗൂഗിൾ ക്രോമിൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ നിങ്ങൾ താഴത്തെ ഇവിടെ thinkroom.chrysalis.world എന്ന് എഴുതിയിട്ടുണ്ട്. സോ ഈ ലിങ്ക് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം ഇങ്ങനത്തെ ഇൻ്റർഫേസ് വരും. സോ അതിൽ സെയിം യൂസർ നെയിമും പാസ്വേഡ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ആപ്പ് ഓപ്പൺ ആവും. പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇപ്പോൾ ഇതിൽ ഇംഗ്ലീഷ് ഏതൊക്കെ സബ്ജക്റ്റാണ്, പിന്നെ റൈറ്റ് സൈഡിൽ 3 ലൈൻസ് ഉണ്ടാവും. റൈറ്റ് കോർണറിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ്, ഇപ്പോൾ കാണുന്നത് ഹോം പേജാണ്. ഗ്രേറ്റ് ട്രാൻസിഷൻ പ്രോഗ്രാം ഉണ്ടാവും. പാരൻറ്റ് എൻഗേജ്മെൻറ്റ്, അത് കുറേ സ്റ്റുഡൻസിനായിട്ട് റിലേറ്റഡ് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ്, ഫൈൻ മോട്ടോർ സ്കിൽസ് ആക്ടിവിറ്റി ഒക്കെ ഉണ്ടാവും. സോ ഇപ്പോൾ ഹോം പേജ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ വരും. പിന്നെ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണ് ചെയ്യിപ്പിക്കേണ്ടത് ആ സബ്ജക്റ്റും വരും. ദെൻ അത് റിലേറ്റഡ് ഏതൊക്കെ ലെസൺസ് ഉണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ലെസൺസ് നിങ്ങൾക്ക് ചെയ്യാനുണ്ടെങ്കിൽ ആ ലെസൺസ്, ഫോർ എക്സാമ്പിൾ ലെസൺ നമ്പർ 5 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ ചില ലെസൺസിൽ ലിറ്ററേച്ചർ ഉണ്ടാവും, ഓഡിയോ ഉണ്ടാവും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. പിന്നെ സെപ്പറേറ്റ് ഓഡിയോ വിഷ്വൽസ് ഉണ്ടാവും. ഓഡിയോ വിഷ്വലിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സോ അത് റിലേറ്റഡ് ഒരു ഓഡിയോ വിഷ്വൽ ഉണ്ടാവും. പിന്നെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മുകളിൽ കാണാം നമുക്ക്. സോ പിന്നെ സബ് ടോപ്പിക് ക്വിസസ് ഉണ്ടാവും. സോ ഇതെല്ലാം ഇൻട്രാക്റ്റീവ് ക്വിസാണ്. സോ ഓരോരോ ക്വസ്റ്റ്യൻസ് ഈ ആക്ടിവിറ്റി കഴിഞ്ഞിട്ട് ചൈൽഡ് വിൽ ബി ഏബിൾ ടു ഡു ഇറ്റ് ഇൻട്രാക്റ്റീവ്ലി. സോ ഇതിൽ കുട്ടികൾക്ക് ഇൻട്രാക്റ്റീവായിട്ട് എന്താണ് ഫ്രൂട്ടൽ ഫോം അങ്ങനത്തെ ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ കോൺസെപ്റ്റിനനുസരിച്ച് കുറച്ച് കണ്ടൻറ്റ്സ് ഉണ്ടാവും. പിന്നെ പ്രാക്ടീസ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടാവും, ലെസൺ ക്വിസ്. സോ ഇതൊക്കെ ഒരു ഇൻട്രാക്റ്റീവ് ആക്ടിവിറ്റീസാണ്. ഇത് ഒരു പഠിച്ചിട്ട് സോ ഇത് ലെസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ചെയ്യുമ്പോൾ യു വിൽ ബി ഏബിൾ ടു നോ വെദർ ചൈൽഡ് ഹാസ് അണ്ടർസ്റ്റുഡ് ഓർ നോട്ട്. സോ ഇവർക്ക് പ്രാക്ടീസ് റിവിഷൻ ചെയ്യാനും ഇത് യൂസ് ചെയ്യാൻ പറ്റും. സോ ഓരോ ലെസൺ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. സോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ EVS എടുക്കുകയാണെങ്കിൽ EVSൽ ഇതൊക്കെ ലെസൺസ് ഉണ്ട്. ഏതെങ്കിലും ലെസൺസ് എടുത്തു കഴിഞ്ഞാൽ അത് സെയിം ചിലതിൽ വർക്ക് ഷീറ്റ്സ് ഉണ്ടാവും. ലാസ്റ്റിൽ നിങ്ങൾക്ക് ഇങ്ങനെ വർക്ക് ഷീറ്റ്സ് കാണാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യിപ്പിക്കും ചെയ്യാം. ടീച്ചേഴ്സും ഇത് സ്കൂളിൽ ചെയ്യിപ്പിക്കും. സോ ഇതിൻ്റെ പ്രാക്ടീസ് ടൈം ഇതൊക്കെ ഇവിടെ ഉണ്ടാവും. ഓഡിയോ വിഷ്വൽ, സോ ചില ഓഡിയോ വിഷ്വൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു സീ ദിസ് വീഡിയോ ഓഫ്. സോ എന്തൊക്കെ കോൺസെപ്റ്റ്സ് ആണ് അതിനനുസരിച്ച് വീഡിയോസ് ഉണ്ടാവും, റൈറ്റ്. സോ ഇപ്പോൾ നമ്മൾ ഹോം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു സീ ദറ്റ്. മാത്സ് ആണെങ്കിൽ അങ്ങനെ തന്നെ. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ബുക്കിൻ്റെ സോഫ്റ്റ് കോപ്പി കാണണമെങ്കിൽ ഇവിടെ സ്റ്റുഡിയോ വോള്യൂം 1, വോള്യൂം 2 പിന്നെ കമ്പാനിയൻ ഉണ്ട്. സ്റ്റുഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ സോഫ്റ്റ് കോപ്പി ഇവിടെ കാണാൻ പറ്റും, റൈറ്റ്. സോ ഇത് സോഫ്റ്റ് കോപ്പി ഇങ്ങനെ കാണാൻ പറ്റും. സോ ഇതിൽ നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി എന്താ ചെയ്യുക വെച്ചാൽ, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കുട്ടികൾക്ക് പഠിപ്പിക്കണമെങ്കിൽ പിന്നെ ചില സ്ഥലത്ത് നിങ്ങളിങ്ങനെ QR കോഡ് കാണാം. ഇപ്പോൾ QR കോഡ് ഇപ്പോൾ നിങ്ങളുടെ ബുക്കിലെങ്കിലും ഇതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഉണ്ടെങ്കിൽ അത് താഴത്ത് വെച്ചിട്ട് സ്കാൻ ചെയ്യാം. അല്ലെങ്കിൽ ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി വരും, കണ്ടോ. സോ അത് റിലേറ്റഡ് ആ QR കോഡ് റിലേറ്റഡ് ആക്ടിവിറ്റീസാണ്. എവിടെയൊക്കെ QR കോഡ് ഉണ്ട് ആപ്പിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആയിട്ട് വരും, റൈറ്റ്. സോ പിന്നെ ഇത് നിങ്ങൾക്ക് എവിടെയൊക്കെ QR കോഡ് ഉണ്ട് ഈ താഴത്ത് റൈറ്റ് സൈഡിൽ ഈ സ്കാനർ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ QR കോഡിൻ്റെ ആക്ടിവിറ്റീസ് യൂസ് ചെയ്യാം. സോ ഈ QR കോഡ് ഇപ്പോൾ നിങ്ങൾ ഏത് ഇതിൽ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആപ്പിൽ നിന്ന് സ്കാൻ ചെയ്താലും അത് ആ ആക്ടിവിറ്റി നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്, റൈറ്റ്. സോ ഇതാണ് ഒരു ആക്ടിവിറ്റി. സോ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഗ്രേറ്റ് ട്രാൻസിഷൻ പ്രോഗ്രാം ഉണ്ട്. സോ ഇപ്പോൾ നിങ്ങളുടെ കുട്ടി ഇപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ നിന്ന് സെക്കൻഡ് സ്റ്റാൻഡേർഡിലേക്കാണ് വന്നിരിക്കുന്നത്. സോ ഇപ്പോൾ ഗ്രേഡ് 1 to ഗ്രേഡ് 2. അപ്പോൾ ഇതിൽ ഓരോരോ വീക്കിനുള്ള ഒരു ആക്ടിവിറ്റീസ് ആണ്. ബിക്കോസ് കുറേ കുട്ടികൾ ഈ ലീവിലൊക്കെ കുറച്ച് മറന്നിട്ടുണ്ടാവും. സോ അതിന് റീക്യാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസാണ്. നിങ്ങൾക്കും ഇതൊരു ഒരു ഡേ 1 ഒരു വീഡിയോ തന്നിട്ടുണ്ടാവും. അത് റിലേറ്റഡ് കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ടാവും. സോ ഇത് വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് കുട്ടികൾ ഈ ആക്ടിവിറ്റീസൊക്കെ ചെയ്യും, റൈറ്റ്. സോ ഇത് ചില ആക്ടിവിറ്റീസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്, റൈറ്റ്. സോ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റമിൽ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഗൂഗിൾ ക്രോമിൽ ആപ്പ് ഇല്ലെങ്കിലും ഗൂഗിൾ ക്രോമിൽ സെയിം thinkroom.chrysalis.world എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം യൂസർ നെയിം പാസ്വേഡ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്, റൈറ്റ്. സോ ഇതാണ് ഓവറോൾ ക്രിസലിസിൻ്റെ ആപ്പ്. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. സോ ടീച്ചേഴ്സ് വിൽ ഹെൽപ്പ് യു. താങ്ക് യു.